ആറ്റിറ്റ്യൂഡ് പെർഫോമൻസ് റിസൾട്ട്. ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ 5ാം ടെസ്റ്റിലെ ഓസ്ട്രേലിയയുടെ 1ാം ഇന്നിംഗ്സിന് ശേഷം ഇന്ത്യയുടെ പ്രകടനത്തെ ഇങ്ങനെ വിശേഷിപ്പിക്കാം: ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരുന്നു, പെർഫോമൻസ് ഉണ്ടായിരുന്നു, അതിന്റെ റിസൾട്ടാണ് ഇന്ത്യക്ക് കിട്ടിയിരിക്കുന്നത്. ഇന്നലെ 1ാം ദിനത്തിന്റെ അവസാന സെക്ഷനിൽ ഓസ്ട്രേലിയ ബാറ്റ് ചെയ്യാൻ എത്തിയപ്പോൾ തന്നെ ഇന്ത്യയുടെ ഫീൽഡിൽ ഒരു എനർജി പ്രകടമായിരുന്നു. രോഹിത് ശർമ്മയ്ക്ക് പകരം നായകനായ ജസ്പ്രീത് ബുംറയുടെ നേതൃത്വത്തിൽ ശരിക്കും ഒരു ഫയർഡ് അപ്പ് ഇന്ത്യൻ ടീമിനെയാണ് കാണാൻ സാധിച്ചത്. അതേ എനർജി തന്നെ ഇന്ന് രാവിലെ നിലനിർത്തിയപ്പോൾ ആ റിസൾട്ട് പൂർണ്ണമായി ബലം കണ്ടു. അതിനിടയിൽ ജസ്പ്രീത് ബുംറയെ പരിക്കിന്റെ പേരിൽ ഇന്ത്യക്ക് നഷ്ടപ്പെടുക വരെ ചെയ്തു. എന്നിട്ടും ഇന്ത്യ പതറിയില്ല. സ്റ്റാൻഡിംഗ് ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ ബാക്കി ബോളർമാർ മികച്ച രീതിയിൽ പന്തെറിയുന്നു. ഈ കാഴ്ച ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ മറ്റു മത്സരങ്ങളിലൊന്നും കാണാൻ സാധിച്ചിരുന്നില്ല. ജസ്പ്രീത് ബുംറ എന്ന മജീഷ്യന്റെ മികവിലായിരുന്നു പലപ്പോഴും ഇന്ത്യ ജയിച്ചു കയറിയത്. എന്തായാലും ഇന്ന് ഒരു ടീം എന്ന നിലയിൽ ഓസ്ട്രേലിയ ആദ്യ ഇന്നിംഗ്സിൽ മറികടക്കുന്ന ഇന്ത്യയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ച് ഓസ്ട്രേലിയയുടെ ആദ്യ ഇന്നിംഗ്സിൽ കാഴ്ചവെച്ച ആ സ്പിരിറ്റ് തുടരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ അവസാന മത്സരം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് സാധിക്കുകയും അതുവരെ ട്രോഫി നിലനിർത്താൻ സാധിക്കുകയും ചെയ്യും. അതിനവർക്ക് സാധിക്കട്ടെ.